വത്തിക്കാൻ ബസിലിക്ക എന്നറിയപ്പെടുന്ന റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മിക്കലാഞ്ചലോ ഡിസൈൻ ചെയ്ത കോപ്പുള അല്ലെങ്കിൽ ഡോം എന്ന താഴികക്കുടത്തിൻ്റെ ഉൾവശമാണിത്. ആകാശ ദർശനത്തിൽ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒരു കുരിശ് പോലെ ഇരിക്കും. നമ്മൾ ക്രൂസിഫിക്സിനെ സങ്കല്പിച്ചാൽ കർത്താവിൻ്റെ മുഖമിരിക്കുന്ന സ്ഥലത്താണ് ഇത്. നമ്മൾ കൈകളൊന്ന് വിരിച്ചു പിടിച്ച് നിന്നാൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്ന സ്ഥലത്ത് കത്തോലിക്ക സഭയുടെ ഹൃദയമായി സൂക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളെല്ലാം ഇവിടെയാണുള്ളത്. ഈ ഡോമിൻ്റെ നേരെ താഴെ പേപ്പൽ ഓൾട്ടറിൻ്റെ താഴെ സെയിൻറ്റ് പീറ്ററിൻ്റെ തിരുശേഷിപ്പ്, അതിൻ്റെ താഴെയാണ് സെയിൻറ്റ് പീറ്റർ സംസ്കരിക്കപ്പെട്ടത്. ഈ വലിയ താഴികക്കുടം നിൽക്കുന്നത് 4 ഭീമാകാരങ്ങളായ തൂണുകളിലാണ്. ആ തൂണുകളിലുള്ള തിരുശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുന്നത്. ഡൊണാറ്റോ ബ്രമൻ്റെ നിർമ്മിച്ച് മൈക്കലാഞ്ചലോ പൂർത്തീകരിച്ച ഈ തൂണുകൾ നവീകരിച്ച് അലങ്കരിച്ചത് ജിയാൻ ലൊറെൻസോ ബെർണീനിയാണ്. 1628 മുതൽ 1639 വരെ വത്തിക്കാൻ സ്ക്വയർ ഡിസൈൻ ചെയ്ത ശില്പിയാണ്. ആദ്യത്തെ കപ്പേള കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞിയുടെയാണ്. ഹെലനയാണ് പാലസ്തീനയിൽ നിന്ന് ഈശോയുടെ ഒറിജിനൽ കുരിശും ആണികളും കണ്ടെടുത്ത് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഡിസൈൻ 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു. താഴെ 4.5 മീറ്റർ, ഒരു 10-15 അടി ഹൈറ്റുള്ള ഒരു സ്റ്റാച്യു, അതിൻ്റെ മുകളിൽ ഉള്ള ഒരു ബാൽക്കണിയുടെ പുറത്താണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ ബാൽക്കണിയിൽ 2 ഒറ്റക്കല്ലിൽ തീർത്ത പിരിയൻ തൂണുകളുണ്ട്. അത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ബസിലിക്കയുടെ അകത്ത് വിശുദ്ധ പത്രോസിൻ്റെ തിരുശേഷിപ്പ് വണങ്ങിയിരുന്ന ഈ കോൺഫെസ്യോണെ എന്ന് പറഞ്ഞതിൻ്റെ ചുറ്റും നിന്നിരുന്ന 12 തൂണുകളിൽ 2 ആണ്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെയും ആണികളുടെയും തിരുശേഷിപ്പ്. റോമൻ ശതാധിപനായ ലോങ്കിനൂസിൻ്റെ രൂപം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെർണീനി തന്നെയാണ്. ഈ ലോങ്കിനൂസാണ് കർത്താവിൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയത്. കർത്താവിൻ്റെ ഹൃദയത്തെ ഭേദിച്ച, അവിടുത്തെ തിരിച്ചോരയെ സ്പർശിച്ച ആ കുന്തത്തിൻ്റെ തിരുശേഷിപ്പാണ് ഈ മുകളിൽ വച്ചിരിക്കുന്നത്. ഈ മുകളിലെ ഭാഗം പൂർണ്ണമായും 4 എല്ലാ കപ്പേളകളുടെയും ഡിസൈൻ ഒന്ന് തന്നെയാണ്. 4 മാലാഖമാർ അവിടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന 2 പിരിയൻ ഒറ്റക്കൽ തൂണുകളും ഉണ്ട്. അതിൻ്റെ നടുക്കാണ് ഈ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. ഈ ഭിത്തിമാടത്തിനും ബാൽക്കണികൾക്കും മുകളിലായി 4 സുവിശേഷകന്മാരുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. മൊസൈക്ക് ആർട്ടാണത്. യോഹന്നാനും അദ്ദേഹത്തിൻ്റെ കഴുകൻ്റെയും ചിത്രം ജോവാനി ദെ വെക്കി നിർമ്മിച്ചു. മാർക്കോസ് സുവിശേഷകനും സിംഹവും ചെസരെ നെബിയായും പൗളോ റൊസെറ്റിയും നിർമ്മിച്ചു. ലൂക്കാസ് സുവിശേഷകനും കാളയും നിർമ്മിച്ചിരിക്കുന്നത് ജോവാനി ദി വെക്കിയോ ആണ്. മത്തായി സുവിശേഷകനും ചിറകുള്ള മനുഷ്യനും സൃഷ്ടിച്ചിരിക്കുന്നത് ചെസരെ നെബിയ ആൻഡ് പൗളോ റൊസെറ്റി. വിശുദ്ധ അന്ത്രയോസിൻ്റെ കപ്പേളയാണ് ഇത്. അന്ത്രയോസിൻ്റെ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് ഫ്രാൻചെസ്കോയിസ് ദുക്കിസ്നോയാണ്. ഇതിൻ്റെ മുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ അന്ത്രയോസിൻ്റെ തലയോട്ടിയുടെ തിരുശേഷിപ്പാണ്. 1462 ഏപ്രിൽ 12 മുതലാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുശേഷിപ്പ് വണങ്ങിപ്പോരുന്നു. ഏറ്റവും സുന്ദരമായ വെറോനിക്കായുടെ ഈ ശില്പം നിർമ്മിച്ചത് ഫ്രാൻചെസ്കോ മൂക്കിയാണ്. ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് മുതൽ കുരിശിൻ്റെ വഴിയിൽ ഈശോയുടെ തിരുമുഖം തുടച്ച ആ തുവാല, വെറോനിക്കായുടെ തുവാല, സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്വന്തമാണ്. 1300 ആണ് ജൂബിലി വർഷം ആരംഭിച്ചത്. ആ വർഷം മുതൽ എല്ലാ വിശുദ്ധ വർഷങ്ങളിലും ഈ തുവാല പൊതുജനത്തിനായി പ്രദർശിപ്പിച്ച് വരുന്നു. നമ്മളിപ്പോൾ ബസിലിക്കയുടെ ഒത്ത നടുക്ക് അൾത്താരിയിലേക്ക് നോക്കി ആ തിരുശേഷിപ്പുകളുടെ നടുവിലാണ് നിൽക്കുന്നത്. നമ്മുടെ വലത് സൈഡിൽ ലോങ്കിനൂസിൻ്റെ സ്റ്റാച്യു, ഇടത് സൈഡിൽ സെൻറ്റ് ആൻഡ്രൂവിൻ്റെ മുമ്പിൽ വെറോനിക്ക, ലോങ്കിനൂസിൻ്റെ മുമ്പിലായി ഹെലന രാജ്ഞി. അൾത്താരയുടെ ദൃശ്യം.